ഒരു മിനിറ്റ് കണ്ടോ. എന്നിവർ പെട്ടെന്ന് സ്ഥലത്ത് റെഡിയായിരിക്കണം. നെക്സ്റ്റ് മത്സരം നെക്സ്റ്റ് റൗണ്ട്. അടിപൊളി അല്ലേ? മീൻ പിടിക്കാനുള്ള ആവേശത്തിൽ വന്നാണ്. ഏതായാലും വന്നതിന് ഫസ്റ്റത്തെ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മീൻ ചെറുതാണെങ്കിലും അത് പിടിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മീൻ കിട്ടിയെന്നുള്ളതാണ് കിട്ടിയെന്നുള്ളതാണ്. ആ ഒരു വിജയി ആരാകുന്നതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വാശിയേറിയ ഫൈനൽ മത്സരമാണ്. ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയിട്ടുള്ള ചൂണ്ടൽ മത്സരമാണ്. ഇപ്പോൾ ഈ ഒരു 6 മണി സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ വൻ ജനാവലിയാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഹരമാണ്. ശരിക്ക് ഒരു ചെറുമുക്കിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പുറകിലാണ് ചൂണ്ടിടുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, ഇത്ര ജനസാഗരം നോക്കി നിൽക്കുകയാണ്. ആരായിരിക്കും വിജയി? അപ്പോൾ ആവേശകരമായിട്ടുള്ള ഫൈനൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു നാട് മുഴുവൻ ഈ ഒരു ചൂണ്ടയിടൽ മത്സരത്തിൻ്റെ ആവേശത്തിലാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളിട്ടോ. അതിഗംഭീരമായിട്ടുള്ള അഖില കേരള ചൂണ്ട ഇടൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ചൂണ്ടയിടാൻ ഹരമുള്ളവർ വന്നിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സെക്കൻഡ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പേര് പല തരത്തിലുള്ള മീനുകളെയും പിടിച്ചിട്ടുണ്ട്. ആ മീനുകളും കാണിക്കുക. അതോടൊപ്പം തന്നെ ആരാകും വിജയി എന്നുള്ളത് ഇങ്ങനെ കാത്തിരുന്ന് കാണാൻ നിൽക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വൈബ് ഞാൻ കാണിക്കുകയാണ്. ഒരു പ്രാവശ്യം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരം അല്ലേ? മീൻ കഴിക്കുന്നതിനപ്പുറമാണ് മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഹരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ചൂണ്ടയിടുന്ന പരിപാടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് ചൂണ്ടയിട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കുറേയൊക്കെ ആളുകൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂണ്ടയിടാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതൊരു സുവർണാവസരം ആയിക്കൊണ്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ചൂണ്ടയിടുന്ന കാഴ്ചയിലേക്ക്. എന്താ പറയാനുള്ളത്? അടിപൊളി പരിപാടിയായത്. ഒരു രക്ഷയില്ല. ഇതെന്തൊക്കെയാണ്? മണ്ണിരുണ്ട്, പിന്നെ എന്തൊക്കെ മൈദപ്പൊടി ഗോതമ്പ് കുഴച്ച മൈദപ്പൊടി അസർ ബക്കാട്, അബ്ദുൾ റസാഖ്, റഫീഖ് വെല്ലങ്ങൾ എന്നീ മത്സരാർത്ഥികൾ പെട്ടെന്ന് റെഡിയായിരിക്കേണ്ടതാണ്. ആവേശകരമായിട്ടുള്ള ചൂണ്ടൽ മത്സരമായിട്ടോ. ആരൊക്കെയുണ്ട്? ആർക്കൊക്കെ ഇപ്പൊ കിട്ടിയത്? നിങ്ങൾക്ക് എന്ത് മീനാ കിട്ടിയത്? എനിക്ക് പൊരിക്കലാ കിട്ടിയത്. ഒരിക്കൽ നിങ്ങൾക്ക് ബ്രാല്. ഞങ്ങൾക്കൊരു ചെറിയൊരു വയമ്പ് കിട്ടുന്നത് അല്ലേ? ഇവരും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ളതാണല്ലേ? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ചെറിയ പരലാണ്. മലപ്പുറത്ത് വരല്ലേ? ചാവക്കാട്. ഭയങ്കര വാശി തന്നെയാണല്ലോ അല്ലേ? ഇതിനോടുള്ള ഹരാണ്.
സെക്കൻഡിലേക്ക് തിരികെയാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താ മീൻ? എന്തത്? ജിലാപ്പിയാണ്. കണ്ടോ? എവിടെ വരുന്നത് നിങ്ങള്? ഞങ്ങൾ തെയ്യാലം തെയ്യാലിന്. നിങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ പ്ലാല് പിടിച്ചില്ലേ? അതെ അതെ. ഇപ്പൊ ഇത് ഫസ്റ്റ് മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ. നിങ്ങള് ഏതേത് മീൻ കിട്ടിയത്? ഞങ്ങൾക്ക് കടുങ്ങാലിപ്പേരല്ലേ കടുങ്ങാലി പേരലാണ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് എവിടെ നിന്ന് വരുന്നത്? ഞങ്ങള് കക്കാട് നിന്ന് വരുന്നത്. അപ്പൊ കടുങ്ങാലിനെ കിട്ടിയിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫസ്റ്റ് അടിക്കും. അഖില കേരള ചൂണ്ടയിടൽ മത്സരം ചെറുമുക്ക് കൂട്ടായ്മയും വിസ്മയ ക്ലബും സംയുക്തമായി നടത്തപ്പെടുന്ന അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഇവിടെ സമാപനം കുറിക്കുകയാണ്. എന്താണ് കിട്ടിയിട്ടുള്ളത്? ഒരു മിനിറ്റ് ഇപ്പൊ ലാല കിട്ടിയത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചെറുതാണെങ്കിലും പിടിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മീൻ കിട്ടിയെന്നുള്ളതാണ്. ചൂണ്ടൽ മത്സരം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെ സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാരണം? അത് ചെറുമുക്ക് നാട്ടുകാരെയും കൂട്ടായ്മയും അതുപോലെ തന്നെ ചെറുമുക്ക് വിസ്മയ കലാവേദിയും സംയുക്തമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെയും ഇതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ഈ രണ്ട് സംഘടനകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്തില്ലെങ്കിലും വേറിട്ട പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ മുമ്പത്തെ സെക്രട്ടറിയാണ് ഞാൻ, കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. പിന്നെയാണെങ്കിൽ ഇത് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അഖില കേരള ചൂണ്ടൽ മത്സരം 2 വർഷമായിട്ട് 2021 രണ്ടാം കോവിഡിലും അഖില കേരള നീന്തൽ മത്സരം ചൂണ്ടൽ മത്സരം ഇപ്പോൾ ഈ 2024 വള്ളം മത്സരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ജില്ലയിലും ജില്ലേൻ്റെ പുറത്തുനിന്നുമായിട്ട് ഏകദേശം 50ഓളം പേര് ടീമുകൾ, ടീം എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്, അത് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലിലേക്കുള്ള, അതായത് രണ്ടാം ബാച്ചിലുള്ളവരാണ് ഇപ്പോൾ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് ജയിക്കുന്നുള്ള 2 പേരെന്തായാലും ഇതിൽ നിന്നുണ്ടാകും. പിന്നെ എല്ലാം കൂടി ഒരു ഫൈനൽ മത്സരം ഉണ്ടാവും അല്ലേ? സെമി, ആവേശകരമായ സെമിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പല ജാതി മീനുകളും ഇവിടെ ഉണ്ട് അല്ലേ? പല ജാതി വലിയ മീനൊന്നും കുടുങ്ങിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. കാക്ക, എല്ലാവിധ ആശംസകളും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വിസിലടിച്ചിരിക്കുകയാണ്. വാശിയേറിയിട്ടുള്ള സെമി ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫൈനലിലേക്കാണ്. അപ്പോൾ ആവേശകരമായിട്ടുള്ള ഫൈനൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു നാട് മുഴുവൻ ഈ ഒരു ചൂണ്ടയിടൽ മത്സരത്തിൻ്റെ ആവേശത്തിലാണ്.
ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ആദ്യം ചൂണ്ടയിട്ട് മീൻ പിടിച്ചിരിക്കുകയാണ് VK പടിയിലുള്ള ഒരു സഹോദരനാട്ടോ മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം നേടിയത് ആരാന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാൻ പോകുന്നത്. ഇതുണ്ട് ഒരു തിലോപ്പിയ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഒരുപാട് മണിക്കൂറുകൾ നീണ്ട മത്സരം ഇപ്പോൾ ഏകദേശം പര്യവസാനിക്കാനായി. അപ്പോൾ ട്രോഫിയൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്ഥാനം കിട്ടിയിട്ടുള്ളത്, അതായത് ഫൈനലിൽ രണ്ടാം സ്ഥാനം കിട്ടിയ ആളെ നമുക്കൊന്ന് കാണാം. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നതാ. അപ്പൊ രണ്ടാം സ്ഥാനം ലഭിച്ചാട്ടോ. ഏതാ മീനെന്താ? അപ്പോൾ വളരെ വാശിയേറിയിട്ടുള്ള അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റും സെക്കൻഡൊക്കെ നേടിയിട്ടുള്ളത് ഞാൻ ആരോന്ന് കാണിച്ചു തന്നു. ഏതായാലും ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് 2 മണിക്കാട്ടോ. 2 മണിക്ക് വന്ന് ഈ സമയം വരെ നിന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവേശം കൊണ്ട് ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ആളെയാണ് നമ്മളിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ പല ദിക്കുന്നും പ്രത്യേകിച്ച് ചാവക്കാട് അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചൂണ്ടലിടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹരമാണല്ലോ. പിന്നെ ലൈവിൽ ഞാൻ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ആമ്പൽപ്പാടത്തിൻ്റെ അടുത്ത് തോണിയോടെ വന്നിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ വൈബ് കാണിച്ചിട്ടുണ്ടായിരുന്നു ചൂണ്ടലിടുന്നതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ഇതുപോലെ കലക്കം വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്ക്, ലൈക്ക് അടിച്ച് വെച്ചേക്ക്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കിണ്ണാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാട്ടോ. അടിപൊളിയല്ലേ, എന്തല്ലേ. ഞാനും തന്നെ ഭയങ്കര ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലഹരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതും